അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രസ്ലെച്ചസ് കേക്ക് ആയിട്ടാണ്, അല്ലെങ്കിൽ മിൽക്ക് കേക്ക് ആയിട്ടാണ്. ട്രസ്ലെച്ചസ് മീൻസ് നമ്മൾ അതിനകത്ത് 3 ക്രീമുകളായിട്ടാണ് എന്താണ് സോക്ക് ചെയ്യാൻ വെക്കും. ആ ഒരു ഇതിലാണ് ട്രസ്ലെച്ചസ് എന്നുള്ള ഒരു പേര് വന്നേക്കുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മളുടെ തുടർന്നുള്ള ക്ലാസ്സുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന ടൈം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സീവ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തേക്കുന്നത്, അതായത് 250 ml, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വെറ്റ് ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യണം. അതിനായിട്ട് 4 എഗ് എടുത്തേക്കണ. അതിന്റെ എഗ് വൈറ്റും എഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ കുറെ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ എഗ് വൈറ്റും എഗ് യോക്കും എന്തിനാണ് സെപ്പറേറ്റ് ചെയ്യണേന്നുള്ളത്. അതിപ്പോ എന്താ കൂടുതൽ സോഫ്റ്റ് ആകും, അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് കൂടിയാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണത്. അപ്പൊ നെക്സ്റ്റ് നമ്മള് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/3 കപ്പ് 2 പ്രാവശ്യമായിട്ട്, ഇതും 1/3 കപ്പ്, ഇതും 1/3 കപ്പ്, അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട്, പൊടിച്ചെടുത്തില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഒരു 1/3 കപ്പ് പഞ്ചസാരയും എഗ് യോക്കും ഫസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് യോക്കിലേക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് വാനില എസൻസ് ഒഴിക്കാണ്, ഒരു 1 ടീസ്പൂൺ. ദെൻ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ പഞ്ചസാര ഇട്ടു ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് തന്നെ ബീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഓയിലും പാലും ഒഴിച്ചെടുക്കണം. ഒരു 1/4 കപ്പ് ഓയിലും ഒരു 1/3 കപ്പ് പാലുമാണ് ഒഴിച്ചെടുക്കേണ്ടത്. ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ലോ സ്പീഡിൽ ഇട്ടിട്ട്. അതുപോലെ ഒരു 1/3 കപ്പ് പാലും ഒഴിച്ചെടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലും കൂടി മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചിട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കൊരു ബലൂൺ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഫുൾ ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫുള്ള് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലംസ് ഒന്നും ഇല്ലാണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അറിയാനും പറ്റില്ല. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്കൊന്ന് 20 മിനിറ്റ്സിലേക്ക് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം, 180 ഡിഗ്രി തന്നെ ബേക്കിംഗ് മോഡിൽ. നെക്സ്റ്റ് എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാം. നമ്മുടെ ബ്ലേഡ് ഒക്കെ നല്ല ഡ്രൈ ആയിരിക്കണം, വാട്ടർ കണ്ടന്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ എഗ് വൈറ്റിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. എഗ് വൈറ്റ് ഒന്ന് പതിനൊക്കെ വരുമ്പോൾ നമ്മൾ നേരത്തെ ഒരു 1/3 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ചല്ല, ബാച്ച് ആയിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു എഗ് യോക്കിന്റെ ഒക്കെ മിക്സിലേക്ക് എഗ് വൈറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ എഗ് വൈറ്റ് നേരത്തെ മിക്സിലേക്ക് ഇട്ടിട്ട് വളരെ സ്ലോ ആയിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് എഗ് വൈറ്റ് ഇട്ട് കൊടുക്കരുത് കേട്ടോ, കേക്ക് ആ ഒരു സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടില്ല. ഇതുപോലെ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, അല്ല മിക്സ് ചെയ്തെടുക്കാം.
എഗ് വൈറ്റ് ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ സ്ലോ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം, ബാറ്റർ ലൂസായി പോകരുത്. അതിനുശേഷം നമുക്ക് ഒരു 8 ഇഞ്ചിന്റെ മോൾഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു മോൾഡിലേക്ക് 8 ഇഞ്ചിന്റെ ആ ഒരു മോൾഡിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്ക്യൂർ വെച്ച് ഞാൻ ഇതിന്റെ അകത്തൊന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബാറ്റർ അത്യാവശ്യം തിക്കായിരിക്കും. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ടാപ്പ് ചെയ്താൽ പോയിന്നല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ എയർ ബബിൾസ് ഉണ്ടാവില്ല. ദെൻ ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റഡ് ഒക്കെ ആയി, അലാമൊക്കെ അടിച്ചു. ഞാൻ ഒന്നോടെ അതിലേക്ക് ഇട്ടേക്കുന്നതാണ്. ദെൻ എന്താണ് മോൾഡ് സെന്ററിലേക്കായിട്ട് പ്ലേസും ചെയ്തിട്ടുണ്ട്. ഒരു 35 മിനിറ്റ്സ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിഗ്രി ടെമ്പറേച്ചർ വേറെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഇനി ഇതൊന്നും ബേക്ക് ആയി കിട്ടട്ടെ. അപ്പൊ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതാ എപ്പോഴും കേക്ക് ബേക്ക് ആയിട്ടൊന്ന് സെന്ററിൽ ഒരു തവണ കുത്തി നോക്കിയാൽ മതി. അത് സ്ക്യൂർ നല്ല ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. എല്ലായിടത്തും ഇട്ട് കുത്തി നശിപ്പിക്കണമെന്നൊന്നുമില്ല. കേക്ക് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഡീമോൾഡ് ചെയ്യാനായിട്ട് സൈഡ്സ് ഒക്കെ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലാണെങ്കിൽ വിട്ടുവിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ കേക്കൊക്കെ ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാറണം, കേക്ക് ഒന്ന് ചൂടാറണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുക. ദെൻ മേളിലത്തെ ആ ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോ നമ്മുടെ കേക്ക് ചൂടൊക്കെ ആറി ഞാൻ മേളിലത്തെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ടോ. നമുക്ക് ഒഴിക്കുമ്പോ ആ മേളിലത്തെ ആ ഒരു ബ്രൗൺ കളറുള്ള പോർഷൻ വേണ്ട. അപ്പൊ നമ്മൾ മേളത്തെ ലെയറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ട് ഇതിനകത്ത് നിറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് ഒഴിക്കുമല്ലോ, ആ മിൽക്കിന്റെ ആ ലെച്ചസ് ഒഴിക്കുമ്പോ അന്ന് അതിന്റെ അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് ഡെലിവറി ചെയ്യാനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാത്രം വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എന്തോ 30 rupees അങ്ങനെ എന്തോ ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ പാത്രത്തിലേക്ക് വെക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യണം. ദെൻ ആ താഴത്തെ പോർഷനും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മേളിൽ ചെയ്ത പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കേട്ടോ, നമ്മുടെ അടിയിലത്തെ പോർഷനൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇതാ ഭയങ്കര നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പൊ ഇതിനകത്തേക്ക് ആ ഒരു മിൽക്കിന്റെ ആ ഒരു ഇതും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് ഈ ഒരു സ്പഞ്ച് നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോ ഇനി നെക്സ്റ്റ് ഒരു ഫോർക്ക് വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂർ വെച്ചോ നമുക്ക് നിറച്ച് ഇതുപോലെ കുത്തി കൊടുക്കാം. നന്നായിട്ട് സ്പഞ്ചിലേക്ക് ലെച്ചസ് എല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണത്. അത് ഒഴിച്ചു കഴിഞ്ഞിട്ടും ഒന്നുകൂടെ കുത്തി കൊടുക്കാം. നമുക്ക് നെക്സ്റ്റ് ലെച്ചസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതിലേക്ക് ഇനി ഒരു 3/4 കപ്പ് പാലും കൂടി ഒഴിച്ചെടുക്കാം. പാല് നല്ല തിളപ്പിച്ചാറിയ പാലാണ്. ഇനി ഇതിനകത്തേക്കൊരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഈ 3 മിൽക്കും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ സ്ക്യൂർ വെച്ച് ഒഴിച്ചിട്ട് ഒന്ന് സ്ക്യൂർ വെച്ച് ഇതുപോലെ കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തേക്ക് നന്നായിട്ട് ഇറങ്ങിക്കോളൂ. അതായത് ഈ ഒരു ലെച്ചസില്, ഈ 3 ലെച്ചസിലും നമ്മുടെ ഈ ഒരു കേക്ക് അല്ലെങ്കിൽ സ്പഞ്ച് നന്നായിട്ടൊന്ന് സോക്ക് ആവണം. എല്ലാ പോർഷനും സൈഡ്സിലൊക്കെ മെയിൻ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കുത്തി കൊടുക്കാം ഇതിന്റെ അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട്. പിന്നെ സൈഡിലൊക്കെ ഉണ്ടാവുമല്ലോ, എന്തായാലും അത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ആ സ്പഞ്ച് തന്നെ കുടിച്ചത് നന്നായിട്ട് സോക്ക് ആയിക്കോളൂ. ഒന്നില്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ടൈമില് ഇതൊരു കുപ്പിയിലാക്കി കൊടുത്തു വിട്ടാലും മതി. അപ്പോ ഈ പാല് കൂട്ടി ഇങ്ങനെ കഴിക്കുന്നതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ മൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് അതിനുള്ള ഒരു ക്ലിങ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലൊരു 1 hour വെക്കാൻ സോക്ക് ആവട്ടെ. നെക്സ്റ്റ് നമുക്ക് അതില്
അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളൊക്കെ മതിയാകും. മേളിലൊന്ന് ജസ്റ്റ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ആവശ്യത്തിന് ഐസിങ് ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീമും നല്ല സ്റ്റിഫായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല കുതിർന്ന് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിതിന്റെ മേളിലേക്കാണ് നമ്മുടെ ക്രീം വെച്ചുകൊടുക്കുന്നത്. കേക്ക് നല്ല കുതിർന്ന് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് പണിയൊന്നുമില്ല, നല്ല എളുപ്പമാണ്. സാധാരണ ഒരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ നല്ല എളുപ്പമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഡബിൾ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ട്രസ്ലെച്ചസ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സന്തോഷം ഉണ്ടാകും. നമ്മൾ പറഞ്ഞിട്ട് ഒരാളെങ്കിലും നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്കത് അത്രയും സന്തോഷമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് പറയാം. സാധാരണ നോർമൽ ട്രസ്ലെച്ചസ് കേക്ക് ഇതാ ഇത്രേ ഉള്ളൂ പണി. നമുക്ക് മേളില് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ പക്ഷെ ഇതിന്റെ മേളില് കുറച്ച് വൈറ്റ് ഗനാഷ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ആ താഴത്തെ പാലിന്റെ ആ ഒരു മിക്സും മേളില് വൈറ്റ് ചോക്ലേറ്റിന്റെ ഗനാഷും കൂടി വരുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. മേളത്തെ പോർഷൻ ഒന്ന് ഫിനിഷ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മേളിൽ ഗനാഷ് ഒഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് മാത്രം. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ക്രീമൊക്കെ വെക്കാം. ഇതിന് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. ഇതടിച്ച് നമുക്ക് ഗനാഷ് കൂടി വെച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു കേക്കിന്റെ മേളിൽ ഇതാ ഞാൻ ഗനാഷ് റെഡി ആക്കിയിട്ടുണ്ട്. ഗനാഷൊക്കെ നമ്മൾ മുമ്പത്തെ എല്ലാ വീഡിയോസിലും കാണിച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്കിൽ ഗനാഷൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ആവണം. എന്നിട്ടാണ് എന്തെങ്കിലും ഡിസൈൻ ചെയ്യണ്ടെങ്കിൽ എന്നിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് ഫ്രീസറിൽ വെക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്റെ മേളില് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഇതേപോലത്തെ ഒരു ഡിസൈനാണ് വെച്ചെടുക്കണം. എന്നിട്ട് അതിന്റെ മേളിൽ കുറച്ച് ചെറിയ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് ചെറി വെച്ചുകൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. കാരണം മേളിൽ ഗനാശയും കൂടി വന്നേക്കണ കാരണം സാധാരണ നോർമൽ ട്രസ്ലെച്ചസ് ആണെന്നുണ്ടെങ്കിൽ ആ താഴത്തെ വിപ്പിംഗ് ക്രീം കൊണ്ട് എല്ലാ പണിയും കഴിയും. ഇത് മേളിലും ആ ഗനാശ വന്നേക്കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ കുറച്ച് ചോക്ലേറ്റിന്റെ ഇതേപോലത്തെ ഇതുണ്ട്. ഇത് വെച്ചിട്ടൊന്ന് വേണമെങ്കിൽ സ്കാറ്റർ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ചോക്ലേറ്റിന്റെ ഇതൊന്നും ഇങ്ങനെ കുത്തി നിർത്തുന്നുണ്ട്. ഇത് റിബൺ വെച്ചോ നമ്മുടെ കയ്യിൽ എന്താണോ ഡെക്കറേറ്റ് ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കെട്ടി ഭംഗിയാക്കി കൊടുക്കാം. നമ്മൾ ഇതൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബാലൻസ് ഒന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ അതിന്റെ കൂടെ എന്തെങ്കിലും പാക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിന്റെ കൂടെ ഒരു സ്പൂണും വെച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ ഇത് ഒഴിച്ചു കൊടുത്ത് കേക്ക് തിന്നാം. അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേക്കിന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തുന്ന വരെ ഷെയർ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.